പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 9-ാം അധ്യായത്തിൽ ഒന്നാമതായി അവതരിപ്പിക്കുന്നത് യേശു അപ്പസ്തോലന്മാരെ അയക്കുന്നതാണ്. അപ്പസ്തോലന്മാരെ വിളിച്ചതിന് ശേഷം അവരെ കൊണ്ട് നടന്ന് യേശുവിലൂടെ സംജാതമായ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ അവർക്ക് കാണിച്ചു കൊടുത്തു. വചനത്തിന്റെ അതുല്യ ശക്തി അവർ കണ്ടു. കൂടെ കൊണ്ട് നടന്ന് പരിശീലിപ്പിച്ചതിന് ശേഷമാണ് അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. കർത്താവിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ശക്തി തന്നെ അപ്പസ്തോലന്മാർക്ക് പകർന്നു നൽകി. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് തീർച്ചയായും അവിടുന്ന് തന്റെ ശക്തി നൽകും. ഒപ്പം അവിടുന്ന് പ്രത്യേകമായി വിളിച്ച് വേർതിരിച്ച് നിയോഗിക്കുന്നവർക്കും അവിടുന്ന് തന്റെ അതുല്യ ശക്തി നൽകും. അവൻ അവർക്ക് പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവയെ ബഹിഷ്കരിക്കാനുള്ള ശക്തിയും നൽകി. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താൻ, ദൈവരാജ്യം പ്രസംഗിക്കാൻ 3 മുതലുള്ള വാക്യങ്ങൾ അവൻ പറഞ്ഞു. യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പുണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ സുരക്ഷിതത്വങ്ങളും സംഭരിച്ചുകൊണ്ടല്ല പോകേണ്ടത്. യാതൊരു സുരക്ഷിതത്വവും കരുതാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കണം എന്നതാണ് ആ വിശദീകരണത്തിന്റെ അർത്ഥമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണല്ലോ. ദൈവത്തിൽ മാത്രം ആശ്രയം. യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഒരുക്കത്തോടെ അല്ല പോകേണ്ടത്. പിന്നെയോ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്നവർ കർത്താവിന്റെ വചനത്തിലും അവൻ നൽകിയ അധികാരത്തിലും അവൻ നൽകിയ ശക്തിയിലും മാത്രം നമ്മൾ ആശ്രയം വെച്ചാൽ മതി. വിശ്വാസത്തിന്റെ ബലം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോസ്തലന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്നവരുടെ കൂടെ അവരോടൊപ്പം താമസിക്കുക. എന്നാൽ സ്വീകരിക്കാത്തവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. 6-ാം വാക്യം യേശു പറഞ്ഞതനുസരിച്ച് അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. യേശു വഴി സംഭവിക്കുന്ന കാര്യങ്ങളും അപ്പസ്തോലന്മാർ വഴി സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം ഹെറോദേസ് കേട്ടു. ഹെറോദേസിന്റെ ഉത്കണ്ഠയെ കുറിച്ചാണ് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവിച്ചതെല്ലാം കേട്ട് ഹെറോദേസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോൾ ഹെറോദേസിന് ഉത്കണ്ഠയ്ക്ക് കാരണം നമുക്കറിയാം. ഹെറോദേസ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും വധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ തീർച്ചയായും തന്നോട് പ്രതികാരം ചെയ്യുമെന്നുള്ള ഉത്കണ്ഠയാണ് അവനെ ഭയപ്പെടുത്തിയത്. 9-ാം വാക്യം ഹെറോദേസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദനം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഈ കേൾക്കുന്നത്? അവൻ ആരാണ്? 9-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം പറഞ്ഞിട്ടുണ്ട്. 18 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം പറയുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഹെറോദേസിന്റെ ചോദ്യത്തിന് മറുപടിയാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലൂടെ യേശു കൊടുക്കുന്നത്. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ലൂക്കായുടെ സുവിശേഷത്തിൽ ഹെറോദേസിന്റെ ഈ ചോദ്യത്തിനും പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിനും ഇടയിലാണ് കൊടുത്തിരിക്കുന്നത്. 8-ാം അധ്യായത്തിൽ അവന്റെ വചനത്തിന്റെ അതുല്യ ശക്തി ആവർത്തിച്ച് പല സംഭവങ്ങളിലൂടെ വിശദീകരിച്ചു. യേശു ആരാണെന്ന് അതുവഴി വ്യക്തമാക്കുന്നു. അപ്പസ്തോലന്മാരെ അയക്കുന്ന സംഭവത്തിൽ തുടങ്ങി അവൻ അവരുടെ പ്രവൃത്തികളെ കുറിച്ച് 9-10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു.
അത് പറഞ്ഞുകൊണ്ടാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. 9, 10 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബേത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ചു മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഇത് പരിശുദ്ധ കുർബാനയുടെ മുൻ സൂചനയാണ്. ബാക്കി വന്ന കഷ്ണങ്ങൾ സകല തലമുറകളെയും തീറ്റിപ്പോറ്റുന്ന സംതൃപ്തമാക്കുന്ന യേശുവിലൂടെ നൽകപ്പെട്ട അവിടുത്തെ ശരീരരക്തങ്ങൾ ജീവന്റെ അപ്പത്തെ സൂചിപ്പിക്കുന്നു. ശാരീരിക ജീവൻ നൽകുന്ന അപ്പത്തിനപ്പുറം യേശു നൽകുന്ന ജീവന്റെ അപ്പത്തിലേക്കാണ് ഈ സംഭവം നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രക്ഷയുടെ നവയുഗം യേശുവിലൂടെ സംജാതമാകുകയാണ്. ഇവൻ ആരാണെന്ന് ഈ സംഭവത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. തന്റെ ജനത്തിന് ജീവൻ നൽകുവാനായി, അവരെ ജീവനിലേക്ക് നയിക്കുവാൻ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുവാൻ, അനശ്വരതയിലേക്ക് നയിക്കാൻ, നശ്വരതയിലേക്കല്ല അനശ്വരതയിലേക്ക്. പക്ഷെ ഈ നശ്വരമായ അപ്പത്തിന്റെ പ്രതീകത്തിലൂടെ അനശ്വരമായ ജീവനിലേക്ക് യേശു അവരെ നയിക്കുകയാണ്, അവരുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അങ്ങനെ യേശുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. ഹെറോദേസിന്റെ ഇവൻ ആരാണ് എന്ന ചോദ്യത്തിന് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ഉത്തരം നൽകുന്നു. സർവ്വജനത്തെയും രക്ഷയിലേക്ക് നയിക്കാൻ, ജീവന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ ദൈവം നിയോഗിച്ച ദൈവപുത്രനാണ് യേശുവെന്ന് വ്യക്തമാക്കുന്നു. തുടർന്ന് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒരിക്കൽ യേശു തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ്. മാത്യുവിൽ പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന, അവന്റെ ആധികാരികതയെയും അതുല്യ ശക്തിയെയും തെളിയിക്കുന്ന എത്ര സംഭവങ്ങളാണ് നമ്മൾ ഈ 7, 8, 9 അധ്യായങ്ങളിലൂടെ കാണുന്നത്. പ്രത്യേകിച്ച് 8, 9 അധ്യായങ്ങളിൽ അപ്പസ്തോലന്മാരെ തന്റെ ആധികാരികതയോടെ അയച്ചു. അപ്പസ്തോലന്മാരിലൂടെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തണം. യേശു പ്രസംഗിക്കുന്ന ഈ ദൈവരാജ്യം, യേശുവിലൂടെ സംജാതമായ രക്ഷയുടെ നവയുഗം ഏതാനും ചിലരിൽ, ഈ ഒരു കൊച്ചു ശിഷ്യ സമൂഹത്തിൽ ഒതുക്കി നിർത്താനുള്ളതല്ല. ഇത് ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തേണ്ടതാണ്. അതിനാണ് യേശു അപ്പസ്തോലന്മാരെ അയക്കുന്നത്. അത് കഴിഞ്ഞും യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലൂടെ അവിടുന്ന് തന്റെ ആധികാരികത വെളിപ്പെടുത്തി. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അത് വീണ്ടും ഊന്നി പറയുന്നു. പത്രോസ്
യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ക്രിസ്തു ആരെന്ന് ഇവർക്കറിയാമോ? യഥാർത്ഥത്തിൽ ക്രിസ്തു ആരെന്ന് യേശു തുടർന്ന് പഠിപ്പിക്കുന്നു അവിടുത്തെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള പ്രവചനത്തിലൂടെ. യേശു പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള പ്രവചനത്തിലൂടെ താൻ ആരാണെന്ന് വ്യക്തമാക്കുകയാണ്. യേശു ക്രിസ്തുവാണെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഇതാരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ച ശേഷം അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. എന്നാൽ ദൈവരാജ്യം കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവർത്തനത്തിലും പത്രോസിന് പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. യേശു പത്രോസിനെ ശാസിക്കുന്ന ഭാഗവും പത്രോസ് യേശുവിൻ്റെ പീഡാനുഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തടസ്സം നിൽക്കുന്ന ഭാഗവും ഒഴിവാക്കിയിരിക്കുന്നു. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം, യേശുവിന്റെ പീഡാനുഭവം, ഉത്ഥാനം ഇവയെക്കുറിച്ചുള്ള 1-ാം പ്രവചനം. തുടർന്ന് യേശുവിന്റെ രൂപാന്തരീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പരിധിവരെ പ്രതീകാത്മകമായി 27-ാം വാക്യത്തിൽ പറഞ്ഞത് നിറവേറുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിന്റെ രൂപാന്തരീകരണത്തെ കുറിച്ച് പറയുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള കാര്യം മാത്രം ഞാൻ എടുത്തു പറയുന്നു. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മലമുകളിലേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് യേശുവിന്റെ മുഖം രൂപാന്തരപ്പെടുന്നത് ഇവർ കണ്ടത്. അപ്പോഴാണ് മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചത്. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. ലൂക്കായിൽ പറയുന്ന മറ്റു സുവിശേഷത്തിൽ ഇല്ലാത്ത ഒരു വാചകമാണ് അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട തന്റെ കടന്നു പോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചത് അടുത്തു തന്നെ നിറവേറേണ്ട തന്റെ കടന്നു പോകലിനെ കുറിച്ച്. വീണ്ടും മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഒരു വാചകം 32-ാം വാക്യം, നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. ദൈവ മഹത്വ ദർശനത്തിൽ സ്വയം വിസ്മരിച്ചു പോവുകയാണ്. നമ്മുടെ ശാരീരിക ആവശ്യങ്ങളോ ലൗകികമായ വ്യഗ്രതകളോ ഇതൊന്നും നമ്മളെ അലട്ടത്തില്ല. ആഴമായ ദൈവാനുഭവത്തിന്റെ, ദൈവമഹത്വ ദർശനത്തിന്റെ സന്ദർഭങ്ങളിൽ അതാണ് ഇവിടെ കാണുന്നത്. അവർ അവന്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, വചനം ധ്യാനിച്ചൊരുങ്ങി പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഈ സാക്ഷാൽ ദൈവ അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. ലൂക്ക തന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. എമ്മാവൂസ് യാത്രയില് ദൈവ മഹത്വ ദർശനം നമ്മെ ആത്മീയ തീഷ്ണതയുള്ളവരാക്കും. 37 മുതലുള്ള വാക്യങ്ങളിൽ യേശു പിശാച് ബാധിതനായ ഒരു ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് പറയുന്നത്. പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന്റെ അടുത്ത് വന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു.
അവൻ എൻ്റെ ഏക മകനാണ്. അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുകയും നുരയും പതയും പുറപ്പെടുന്നത് വരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അതവനെ വിട്ടുമാറുന്നില്ല. അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ, ഞാൻ എത്രനാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും. നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ അധ്യായങ്ങളിലെല്ലാം യേശുവിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ അതുല്യ ശക്തി, മഹത്തായ ശക്തി ലൂക്ക വരച്ചു കാട്ടുകയാണ്. 44-45 വാക്യങ്ങളിൽ പീഡാനുഭവത്തെക്കുറിച്ചുള്ള രണ്ടാം പ്രവചനം. അവന്റെ പ്രവൃത്തികളെ കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. ക്രിസ്തു ശിഷ്യരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ബോധങ്ങളിലും വിചാരങ്ങളിലും ഹൃദയങ്ങളിലും ആഴത്തിൽ പതിയേണ്ടതാണ് യേശുവിൻ്റെ പീഡാനുഭവത്തെയും മരണോത്ഥാനത്തെയും സംബന്ധിച്ച തിരുമൊഴികൾ. അതാണ് യേശു പറയുന്നത്, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. പക്ഷേ അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അതത്ര നിഗൂഢമായിരുന്നു. തങ്ങളിൽ വലിയവനാരെന്ന് ചോദിച്ച് തർക്കിക്കുന്ന അവരുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിച്ചവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് ഏറ്റവും വലിയവൻ. ഇവിടെ ഏറ്റവും ചെറിയവനാരോ അവനായിരിക്കും ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. കർത്താവ് പറഞ്ഞ ഇതാണ്, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥതലങ്ങൾ അതിനുണ്ട്. ഒന്ന്, പ്രതിഫല ഇച്ഛ കൂടാതെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെടുക. രണ്ട്, ദൈവരാജ്യത്തെ മറ്റെന്തിനേക്കാളും അമൂല്യമായി കരുതുക. സ്വീകാര്യത. ശിശുക്കൾ, അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അവർ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. ഒരു ചെറിയ ഒരു സമ്മാനം കൊടുത്താലും അത് അമൂല്യമായി അവർ കരുതും. ഇതുപോലെ ദൈവരാജ്യത്തെ അമൂല്യമായി കരുതിക്കൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ പ്രതിഫല ഇച്ഛ കൂടാതെ ചെയ്യണം. വലിയവനാകാൻ ആഗ്രഹിക്കരുത്, ചെറിയവനാകാൻ. സ്വയം ചെറുതാകുക. ശിഷ്യർക്ക് കർത്താവ് മറ്റൊരു പാഠം നൽകുന്നു. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ശിഷ്യന്മാർക്കും പിശാചുക്കളെ പുറത്താക്കാനുള്ള അധികാരം കൊടുത്താണ് യേശു അയച്ചത്. അവർ പുറത്താക്കി. പക്ഷെ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന, പുറത്താക്കുന്ന മറ്റൊരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, അവൻ ഇവരോടൊപ്പം വന്നില്ല. രണ്ട്, യേശു അധികാരം കൊടുത്തയച്ചത് അപ്പസ്തലന്മാർക്കല്ലേ. ഇവൻ യേശുവിന്റെ ശിഷ്യനല്ലല്ലോ, അധികാരം കൊടുത്തയച്ചില്ലല്ലോ. അതുകൊണ്ട് തങ്ങളുടെ അധികാരം അവനില്ല. അതുകൊണ്ടാണ് അവർ തടഞ്ഞത്. പക്ഷെ യേശു പറഞ്ഞു, അവനെ തടയണ്ട. എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താ. യേശുനാമത്തിലാണല്ലോ അവനും ശുശ്രൂഷ ചെയ്തത്. ഇതുവഴി ലൂക്ക ശിഷ്യത്വത്തിന്റെ ഒരു സാർവത്രിക മാനം വരച്ചു കാട്ടുകയാണ്. അതായത് 12 അപ്പസ്തോലന്മാർ മാത്രമല്ല, അപ്പസ്തോലന്മാരുടെ അധികാരം ലഭിച്ചവർ മാത്രമല്ല ക്രിസ്തു ശിഷ്യർ. പിന്നെ യേശുവിനെ അനുഗമിച്ച മറ്റനേകരുണ്ട്. അവർ മാത്രവുമല്ല ശിഷ്യഗണത്തിൽ ഉൾപ്പെടുന്നത്. യേശുവിനെ അനുഗമിച്ചില്ലെങ്കിലും യേശുനാമത്തിൽ നന്മ പ്രവർത്തിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന
അനേകരുണ്ട്. യുഗാന്ത്യത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർക്കപ്പെടും. യേശു അവനെ തടയണ്ട എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നമ്മൾ 9:50 വരെ എത്തി. ഇവിടെ സുവിശേഷത്തിന്റെ 3-ാം ഭാഗം അവസാനിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം ഭാഗം 1:5 മുതൽ 2:52 വരെ, അത് ബാല്യകാല സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. 2-ാം ഭാഗം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കായുള്ള തയ്യാറെടുപ്പാണ്. 3:1 മുതൽ 4:13 വരെ. 3-ാം ഭാഗം യേശുവിൻ്റെ ഗലീലിയൻ മിനിസ്ട്രി 4:14 മുതൽ 9:50 വരെ. യേശു തൻ്റെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന പരസ്യ ജീവിതം, ഗലീലിയൻ മിനിസ്ട്രി 4:14 മുതൽ 9:50 വരെ. 4-ാം ഭാഗം 9:51 മുതൽ 19:46 വരെ. സുവിശേഷത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം 9:51 മുതൽ 19:46 വരെയുള്ള ജെറുസലേമിലേക്കുള്ള യാത്രാ വിവരണം എന്ന പേരിലും ഈ ഭാഗം അറിയപ്പെടുന്നു. അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം പ്രവേശിക്കാം. നമ്മൾ ഇന്ന് ശ്രവിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം മനസ്സിൽ. യേശു അപ്പസ്തോലന്മാരെ അയക്കുന്ന സംഭവം, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുത്തത് വചനം സ്വീകരിക്കാനും വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കാനും വചനമനുസരിച്ച് ജീവിക്കാനും വ്യക്തികളിലും സമൂഹങ്ങളിലുമുള്ള തടസ്സത്തെ നിർമാർജനം ചെയ്യുക എന്നതാണ്. യേശു ആരാണെന്ന് തുടർന്ന് വെളിപ്പെടുത്തുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലൂടെ, പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ, പീഡാനുഭവവും ഉത്ഥാനത്തെയും കുറിച്ചുള്ള പ്രവചനത്തിലൂടെ യേശു ആരെന്ന് വീണ്ടും വ്യക്തമാക്കുന്നു. കർത്താവിന്റെ മഹത്വീകരണത്തെ കുറിച്ചുള്ള ഒരു മുൻരൂപമാണ് 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ മഹത്വീകരണത്തെ ഒരു ദർശനത്തിലൂടെ അപ്പസ്തോലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യേശു മറുരൂപപ്പെടുന്ന സംഭവത്തിലൂടെ. ഇതുവഴി കർത്താവിന്റെ മഹത്വീകരണത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ലോകത്തിൽ വലിയവനാകാനല്ല, ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാക്കാനും ദൈവമഹത്വം ദർശിക്കുവാനും. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. 8-ാം അധ്യായത്തോട് ചേർത്ത് 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ഈ ഭാഗങ്ങളുടെ അർത്ഥതലങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിക്കുവാനും കർത്താവിന്റെ മഹത്വം ദർശിക്കാനും അവിടുത്തെ അതുല്യ ശക്തി അനുഭവിക്കാനും സർവശക്തൻ നാം ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ നമുക്ക് ദൈവ തൃക്കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അവിടുത്തെ മഹത്വം ദർശിക്കാനായി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പരിശ്രമിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.